ഹലോ മൈ ഡിയർ മാസ്റ്റേഴ്സ്, വെൽക്കം ടു VMC മലയാളം. എൻ്റെ പേര് സീമ സുഭാഷ്. ഇന്ന് ജ്യോതി ചേച്ചി എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ജ്യോതി ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ ഇത് തന്നെ തക്ക സമയമെന്നും പറഞ്ഞിട്ട് ജ്യോതി ചേച്ചിയെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഞങ്ങളുടെ പുഴയിലേക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇപ്പോൾ അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഓക്കെ, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ ഈ മാവിൻ ചോട് എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരിക്കലും ഞങ്ങൾ കുട്ടികളൊക്കെ ഒരുപാട് കളിച്ചിരുന്ന സ്ഥലമാണിത്. ഓക്കെ, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും. അപ്പോൾ ചേച്ചി, വെൽക്കം ടു VMC മലയാളം ചേച്ചി. പിന്നെ ജ്യോതി ചേച്ചിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. എന്താ വെച്ചാൽ കേരളത്തിൽ ഇന്ന് VMC ഇത്രയും പടർന്ന് പന്തലിച്ചെങ്കിൽ അത് പടർന്ന് പന്തലിക്കാൻ ആദ്യം ഒരു വിത്ത് നടാനൊരു സ്ഥലം വേണ്ടേ? ആ ഒരു സ്ഥലം എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തോടു കൂടി ഒരു സ്വീകരണം ഞങ്ങളെ VMC ഒന്നും അന്നില്ല. ഈ ഒരു ധ്യാനത്തെയും വെജിറ്റേറിയനിസത്തെയും കേരളത്തിൽ ഞങ്ങളെ അംഗീകരിച്ച് ഒരു നേരത്തെ ചോറ് തന്ന് ഞങ്ങളെ പരിചയമില്ലാത്ത ഞങ്ങളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി ഞങ്ങൾക്ക് അത്രയും ഒരു ആദരവ് തന്ന കുടുംബമാണ് ജ്യോതി ചേച്ചിയുടെ. ജ്യോതി ചേച്ചിയോടും ഗോപിയേട്ടനോടും അപ്പയോടും അമ്മയോടൊക്കെ ഒരുപാട് സ്നേഹം. യെസ് ചേച്ചി, ചേച്ചി എപ്പോഴാണ് VMCയിലെ ധ്യാനം? ചേച്ചി കുറെ കാലമായി ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് അറിയാം. പക്ഷെ ധ്യാനം ചെയ്തിട്ട് അതിന്റെ എന്തൊക്കെ മാറ്റങ്ങളാണ് ചേച്ചിയിലുള്ളത്? പറയൂ. VMC സീമാജിക്ക് നമസ്കാരം, പത്രിജിക്ക് നമസ്കാരം. ഓക്കെ, എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ ജീവിതത്തിൽ കുറെ ഗുരുക്കന്മാര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ആത്മപ്രണാമം. ഓരോ നിമിഷവും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ധ്യാനം ചേച്ചിക്ക് എത്ര വർഷമായിട്ടാണ് കിട്ടിയത്? തുടങ്ങിയിട്ട് കൃത്യമായിട്ട് ഈ ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിരിക്കുന്നു. അത് രൂപധ്യാനായിരുന്നു. കുറെ കാലമായിട്ട് രൂപധ്യാനം കഴിഞ്ഞ് VMCയില് സീമാജിയുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി. എനിക്ക് കിട്ടാൻ മാർഗമില്ല. ഞാനും എനിക്ക് ഫോണ് കിട്ടിയതിൽ കൂടെയാണ് ഞാൻ സീമാജിയായിട്ട് കണക്ഷനായി ഈ ധ്യാനത്തിലേക്ക് വന്നത്. നമ്മുടെ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനലിൽ വന്നപ്പോഴാണ് ഈ ധ്യാനം തുടങ്ങിയത്. അതിനു മുമ്പ് ചേച്ചി ഞങ്ങളിങ്ങനെ ധ്യാന പ്രചാരമൊക്കെ ആയിട്ട് നടക്കുന്നത് ഞങ്ങളൊരു പാംപ്ലെറ്റ് കിട്ടിയിട്ട് ഞങ്ങളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അന്ന് ഈ ധ്യാനത്തെ അംഗീകരിക്കാനുള്ള സ്ഥിതി ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ അന്ന് ഈ രൂപധ്യാനത്തിലൊക്കെ ഉള്ള കാരണം ഞങ്ങൾ അംഗീകരിച്ചു. എന്നിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ VMC ഒക്കെ തുടങ്ങിയതിനു ശേഷമാണ് വീണ്ടും ചേച്ചി എന്നായിട്ട് കണക്ട് ആവുന്നത് അല്ലേ? അതിനുശേഷമാണ് രൂപധ്യാനമൊക്കെ നിർത്തിയത് ചേച്ചി. ഇതിലേക്ക് പ്രവേശിച്ചതോടുകൂടി രൂപധ്യാനം അപ്പടി ഒരു സംശയവും ഇല്ല. അത് സീമാജി അങ്ങോട്ട് പറയല്, ചേച്ചി ഇത് ഇന്ന ദിവസം മുതൽ അങ്ങോട്ട് ചെയ്യൂ പറഞ്ഞ മുതൽ ഞങ്ങളിപ്പോ VMCയിലാണ് ആദ്യത്തെ ധ്യാനം തുടങ്ങിയ സമയമാണ്. 41 ദിവസത്തെ ആദ്യത്തെ അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് 8ാമത്തെ ദിവസം മുതലാണ് ഞാൻ പ്രവേശിച്ചത്. പക്ഷെ എനിക്കിത് മൊബൈൽ ഓണാക്കാനോ ഇതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ മോൻ വന്ന് അതൊക്കെ ശരിയാക്കി തന്ന് ഇന്ന പോലെ ഓണാക്കി അവിടെ ഇരുത്തും. പിന്നെ അതിൽ 3 മണിക്കൂർ കൃത്യമായിട്ട് എപ്പോഴായാലും 2 മണിക്ക് തന്നെ ഞാൻ ഇരിക്കാൻ തുടങ്ങും. പിന്നെ 3 മണി ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അന്ന് ആദ്യം 4 മണിയായിരുന്നു ടൈം. പക്ഷെ 2 മണിക്ക് ഞാൻ എണിച്ച് തുടങ്ങിയിരുന്നു. പിന്നെ അതിന് ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സുകൾ വെക്കാനോ നോക്കാനൊന്നും അറിയില്ല. എന്താ വെച്ചാൽ ഫോണ് ലേറ്റ് ആയിട്ടാണ് ചേച്ചിയുടെ കയ്യിൽ കിട്ടിയത്. ഓക്കെ, ആ ഫോണാണ് വീണ്ടും നമ്മളെ കൂട്ടിയിണക്കിയത്. യെസ്, അതെ. ആ ഫോണിനെ എനിക്ക് ഇപ്പോഴും അത്ര ആദരവാണ്. ഫോണിനെ ഒരാള് കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടേ അല്ല. എന്താ വെച്ചാ എന്നെ എത്രയും ഉയർത്തിയത്. പിന്നെ വെറും സീമാജിയേ ഉള്ളൂ. ഈ നിമിഷം വരെയും സീമാജിയുടെ ക്ലാസ് എന്താ വെച്ചാൽ എനിക്ക് ആവശ്യം അതായിരുന്നു. എന്റെ ആത്മാവ് അതിനാണ് കൊതിച്ചിരുന്നത്. എനിക്ക് ഈ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത്. അതായത് ഇത്രയും സ്തോത്രപാരായണം, ജപങ്ങള്, രൂപധ്യാനം ഒക്കെ ചെയ്യുമ്പോഴും ചേച്ചിയുടെ അന്തരാത്മാവ് ആഗ്രഹിച്ചിരുന്നത് ഇതാണ്, ഈ സഹജത്വത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അതിന് തിരിച്ചറിഞ്ഞത് ഇതിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണെന്ന് മാത്രം. ശേഷം കൃത്യം 41 ദിവസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്റെ ആ ദാഹം ഉണ്ടല്ലോ, ആ ദാഹം അങ്ങോട്ട് തീർന്നു. 41 ദിവസം കൃത്യമായിട്ട് അത് നല്ല നിഷ്ഠയോടുകൂടി രാവിലെ മാത്രല്ല പിന്നെ ഒഴിവ് കിട്ടുമ്പോ വേഗം അടുക്കളയിൽ പണിയെടുക്കുക, വേഗം ഇതിൽ പോയി ഇരിക്കുക. മൊബൈലത്തെ മുഴുവൻ കാര്യങ്ങളൊന്നും അറിയില്ല. അന്ന് ഇത്ര ക്ലാസ്സുകളില്ല, തുടക്കം ക്ലാസ്സുകളില്ല. നമുക്ക് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ്സുകളും ഇല്ല. നമ്മൾ സ്വയം എന്താച്ചാ സീമാജിയുടെ ക്ലാസ്സുകള് മുമ്പത്തെ ക്ലാസ്സുകളില്ലല്ലോ. നമുക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായതൊക്കെ സീമാജിയോട് അന്ന് വിളിച്ചു പറയും. വോയിസ് ഇടാൻ പോലും എനിക്കറിയില്ല. എനിക്ക് വേഗം സീമാജിയോട് വിവരം പറയുക, എന്നതാണെന്ന് ഉണ്ടായത് വിവരങ്ങളൊക്കെ പറയാം.
പിന്നെയാണ് ഓരോരോ ക്ലാസ്സുകളും അന്നത്തെ എല്ലാ ക്ലാസ്സുകളും അപ് ടു ഡേറ്റ് നമുക്ക് വന്നിരുന്നു. അങ്ങനെ ആ ക്ലാസ് കയറുക. അതെ, ഇതൊക്കെ കേട്ടതിന് ശേഷം ചേച്ചിക്ക് എന്ത് തോന്നി? ഓ, ഇതാണ് എനിക്ക് വേണ്ടത്, എന്റെ ജീവിതം. ഇതോടുകൂടി എനിക്ക് നല്ല ഒരു മാറ്റായി. എന്നിൽ തന്നെ എത്ര മാറ്റങ്ങള്, എന്നോട് വീട്ടുകാരോടുള്ള മാറ്റം കുറച്ചും കൂടി മെച്ചപ്പെട്ടു. ഓക്കെ, നല്ല മെച്ചപ്പെട്ടു പറഞ്ഞാൽ നല്ല മെച്ചപ്പെട്ടു. കാര്യങ്ങൾ അറിയാണ്, തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങോട്ട് വരികയാണ്, വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് എന്ത് അതറിയില്ല. എല്ലാവരെയും കുറച്ചും കൂടി സ്നേഹിക്കണം. പൊതുവെ നല്ല സ്നേഹിക്കും, എല്ലാവരും എന്റെ ആൾക്കാരാണ്, അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഈ ഇതിലും കൂടി അങ്ങോട്ട് ആയപ്പോ, ഈ ധ്യാനം കൂടി അങ്ങോട്ട് ആയപ്പോ നല്ല പെർഫെക്റ്റ് ആയി. യെസ്, അതായത് ചേച്ചി അതുവരെയും ഇപ്പൊ ബാഹ്യമായിട്ട് ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ഭഗവാനെ പുകഴ്ത്തിയിട്ട് പക്ഷെ ഭഗവാൻ ഉള്ളത് നമ്മുടെ അന്തരംഗത്തിൽ തന്നെയാണ്. ഈശ്വരൻ എവിടെയല്ല, നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇനി ആഴത്തിലേക്ക് പോകുമ്പോൾ ആ ഈശ്വരീയം, ആ ഒരു ചൈതന്യം എന്നുള്ളത്, ആ ഭഗവാൻ എന്നുള്ളത്, ആ ബ്രഹ്മപദാർത്ഥം എന്നുള്ളത്, ആ പരമാത്മ ചൈതന്യം എന്നുള്ളത്, പരമാത്മാവ് എന്നുള്ളത് ജീവാത്മാവ് തന്നെയാണ് എന്നും കിട്ട് അറിഞ്ഞ് തുടങ്ങിയപ്പോ അനുഭവം എന്തായിരുന്നു ചേച്ചി? ഓ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സീമാജി. അത്രയും തന്നെ നമ്മൾ കണക്ട് ആവുകയാണ്. ആ ജീവാത്മ ശരിക്കുള്ള ലവ് അതായിരുന്നു. ആ ലവ് അതന്നെ പറഞ്ഞ അതെ. ഓ, വേറെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ സ്ത്രീയും പുരുഷനും ഒക്കെ ഇരിക്കണത്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ ആരും പഠിപ്പിക്കാത്തത് എന്തേ ചേച്ചി? നോക്കാൻ അവർക്ക് അറിയില്ല, പാവം. എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ദൈവീകമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു ദിനചര്യയൊക്കെ വരട്ടെ, ഒരു ചിട്ട വരട്ടെ എന്ന് കരുതിയിട്ടാവും അന്തരംഗത്തിലേക്കുള്ള പ്രയാണത്തെ കുറിച്ച് പല ഗുരുക്കന്മാരും പറഞ്ഞു തരാത്തത്, അല്ലെ? നമ്മള് ഗൃഹസ്ഥന്മാരല്ലേ, അപ്പൊ ഗൃഹസ്ഥന്മാര് എന്നുള്ളതിൽ നമുക്ക് ഇത്രക്കല്ലേ വേണ്ടുള്ളൂ, കൊണ്ട് നടക്കാൻ ഒരു ആരാധന അത്രേ വേണ്ടുള്ളൂ നമുക്ക് ദിവസേന. പക്ഷെ എനിക്കിത് പോരാ, എനിക്കിതിലൊന്നും ഞാൻ തൃപ്തി അടയണില്ല. കൊണ്ട് നടക്കുന്ന ആരാധന പോരാ എന്ന് ചേച്ചിയുടെ അന്തരംഗം പറഞ്ഞിരുന്നു. ഇത് പോരാ, എനിക്ക് ഇനിയും വേണം. പക്ഷെ എന്ത്, എവിടുന്ന് കിട്ടും, എന്താണ് അതെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാലല്ലേ എവിടെ പോയി അന്വേഷിക്കും ചേച്ചി. അതുമില്ലായിരുന്നു. എന്റെ ഉള്ളിൽ തന്നെയാണെന്ന് ഇപ്പോഴാണ്, ഒരു വർഷത്തിന് ശേഷമാണ് കൂടുതൽ അത് ഞാൻ തന്നെയാണ്, സർവം ഞാൻ തന്നെ, സർവം എന്നിൽ തന്നെ, പുറത്തല്ലല്ലോ ഞാൻ തന്നെ. എന്നിട്ട് സീമാജിയോട് പിന്നെ എന്റെ തന്നെ എപ്പോഴും പിന്നെ സംഭാഷണം നടന്നുകൊണ്ടേയിരിക്കും. വീട്ടിലായാലും ഓരോരോ പണികൾ ആത്മാവിനോട് നമ്മുടെ ഇതല്ലേ സീമാജി ശരി, ഇങ്ങനെയല്ലേ സീമാജി ശരി എന്നൊക്കെ ചോദിക്കും. എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ അതല്ലേ ശരി. ഓ, അപ്പൊ പുറത്തല്ല, നമ്മുടെ അകത്തന്നെ സകലം. ഇത് നമ്മൾ ഇതിനെയാണ് പെർഫെക്റ്റ് ആക്കി എടുക്കേണ്ടത്. അതിനെ തെളിച്ചം കൂട്ടി ആ ട്രാൻസ്ഫോമറിന് പവർ കൊടുത്ത് കൂട്ടിക്കൊണ്ട് ഹൈ എന്ത് HP എന്നാ പറയാ, എന്തൊക്കെയോ പറയും. പവർഫുൾ ആയിട്ട് നമ്മുടെ ഉള്ളിലല്ലേ, പുറത്തല്ല, നമ്മുടെ അകത്ത്. കുതിരശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പരിപൂർണമായിട്ട്. ഇനി ഇത്രയും പോരാ, കൂട്ടണം, ഇനിയും പവർ കൂട്ടണം. അതെ ചേച്ചി, ഇപ്പൊ എല്ലാവരും അതെ മെഡിറ്റേഷൻ എന്നുള്ളത് എന്ന് മുതലേ ഉണ്ട്. പക്ഷെ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിന് റെസ്റ്റ് കൊടുത്താൽ മതി. മനസ്സിനെ ആലോചിക്കാൻ വിടാതെ, അത് ഇതുവരെ ശീലിച്ചതിനെ അതിന്റെ പാട്ടിന് വിടാതെ, അതൊന്നും അല്ല. ആ ഒരു മനസ്സിനെ പരിപൂർണമായിട്ട് നീ ഒന്ന് വിശ്രമിക്കുക, നീ ഒന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ് അതിന് വിശ്രമം കൊടുക്കുമ്പോഴാണ് നമ്മൾ ആത്മാവിനെ അറിയുന്നത്. നമ്മളാണ് ആത്മാവ് എന്നറിയുന്നത്, നമ്മളാണ് ഈശ്വരൻ എന്നറിയുന്നത്. സകലവും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ് പരബ്രഹ്മമെന്നും, ബ്രഹ്മപദാർത്ഥം മുഴുവൻ, ഈ സകലത്തിൽ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതേ ബ്രഹ്മപദാർത്ഥം തന്നെയാണ് ഈ ആത്മാവിലുള്ളത് എന്നൊക്കെ അറിയുമ്പോൾ അപ്പൊ എന്താ ചേച്ചി അത് ഈ മെഡിറ്റേഷൻ എന്നുള്ള മൈൻഡ് എംറ്റിയെ അല്ലെങ്കിൽ ഈ ഒരു മഹാപരിശൂന്യത്തെ നമുക്ക് പരിചയപ്പെടുത്താത്തവരോട് ചിലപ്പോഴെങ്കിലൊക്കെ കുഞ്ഞമർഷങ്ങൾ വന്നിരുന്നില്ലേ ചേച്ചി? അമർഷങ്ങള് നല്ല വന്നിരുന്നു. പക്ഷെ നമ്മളുടെ സ്ഥിതി അത്ര നമ്മളതിലെത്തിയിട്ടില്ല. നമുക്ക് പറഞ്ഞു തരേണ്ട സമയത്തെ അത് പറഞ്ഞിരുന്നു. നമ്മൾ അവിടെ എത്തുമ്പോഴാണ് നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. അപ്പൊ നമ്മളെ ആരെ ശുദ്ധീകരിക്കേണ്ടത്? നമ്മളല്ലേ ശുദ്ധീകരിക്കേണ്ടത്. നമ്മള് ഗുരുക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണ് ഏറ്റവും ആദ്യം
ശുദ്ധിയാവണ്ടേ. നമ്മുടെ സ്ഥിതിയെ ഉയർത്തി 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 കൊണ്ടുവന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഗുരുക്കന്മാരെ നമുക്ക് അതിനുള്ള ആൻസറുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പലരും അതെ ചേച്ചി, ഇപ്പൊ ധ്യാനത്തിൽ നമ്മൾ ഓരോ ഇത് എന്നേ കിട്ടേണ്ടതായിരുന്നു, ഇത് എന്നേ കിട്ടേണ്ട, എന്നേ അറിഞ്ഞാൽ ഞങ്ങൾ എവിടെ എത്തിയിരുന്നു എന്നൊക്കെ പറയുമ്പോ ഇതാണ് ചേച്ചി കറക്റ്റ് ആൻസർ. എന്ന് വെച്ചാൽ ശരിയായ സമയം നമ്മൾ ആ സ്ഥിതിയിൽ എത്തണം. എന്നാലല്ലേ അത് എത്താതെ എങ്ങനെ നമുക്ക് കിട്ടും? നമുക്ക് ഇത് അത് ശരിക്കും നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ വരണം. നമ്മുടെ അനുഭവത്തിൽ നിന്ന് വന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട്. അതെ, അത് വേറൊരാള് പറഞ്ഞിട്ടോ ഇത് ഞാൻ എന്നിട്ട് എല്ലാവരോടും പറയും പഞ്ചസാര 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 പറഞ്ഞു ഇങ്ങനെ കടലാസിൽ എഴുതി വായിച്ചും കൊണ്ട് കാര്യമില്ല. ആ ഒന്നും നുണയാൻ കിട്ടണം. അതൊന്നും നുണഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾ അതിനെ വിട്ടില്ല. അതിനെ പിന്നെ കൂട്ടി 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 എത്ര ദീർഘനേരം ഇതിലിരിക്കാം ഇതാണ് ഞാൻ ഈ നിമിഷം. കാരണം നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ പെർഫെക്റ്റ് ആക്കി അപ്പോഴേക്ക് ഒരു ഭാഗം ഇവിടെ പെർഫെക്റ്റ് ആവുമ്പോഴേക്കും നമ്മുടെ ഒരു ഭാഗം ഇങ്ങനെ നമ്മുടെ ചളികൾ ഇങ്ങനെ കുതിർന്ന് ഇങ്ങനെ പോയി കൊണ്ടുപോയിരിക്കും. അത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പറ്റുന്നു. അതെ, ഒരുപാട് സമയം ഇരിക്കുമ്പോ മാത്രമേ. അതെ, അപ്പൊ ഭഗവാൻ ഉത്തരഗീതയിൽ പറഞ്ഞത് കോടി പൂജ സമം സ്തോത്രം സ്തോത്ര കോടി സമോ ജപഃ ജപ കോടി സമം ധ്യാനം ധ്യാന കോടി സമോലയ. അപ്പൊ ഈ ധ്യാനം എത്ര നമ്മൾ ഇരിക്കണം ധ്യാനത്തിൽ, അല്ലെ? ധ്യാനത്തിൽ നമ്മൾ എത്ര ഇരിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അതായത് ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ട് 10 മിനിറ്റോ 20 മിനിറ്റോ ഇരിക്കുന്നതല്ല, മണിക്കൂറുകളോളം ആസനസ്തുതിയിൽ അങ്ങോട്ട് തുടരുമ്പോ വേണമെന്ന് കരുതിയേക്ക് ധ്യാനം സംഭവിക്കണം എന്ന് പറഞ്ഞിരുന്നാലും സംഭവിക്കില്ല. അതങ്ങോട്ട് അംഗീകരിച്ച് സമർപ്പിച്ച് പരിപൂർണ നമുക്ക് വേണ്ടി സറണ്ടർ ആത്മാവിൽ അഭയം പ്രാപിക്കുക എന്നുള്ളത് അതും പെട്ടെന്ന് വരുമോ ചേച്ചി? ഞാൻ പറയാണ് ഇപ്പൊ ചേച്ചി ആത്മാവിൽ അങ്ങോട്ട് അഭയം പ്രാപിക്കുക പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവോ? ഇല്ല. ഇരുന്ന് മിനിറ്റുകൾ മണിക്കൂറുകൾ എന്താ പറയാ രാത്രികൾ പകലും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴല്ലേ അത് വന്നത് ചേച്ചി. ഓരോ ചിലപ്പോ തോന്നും ഇന്നത്തെ ദിവസം വെറുതെ എന്താ ഇവിടെ കർമ്മ പ്രക്ഷാളനം നടന്നു കഴിഞ്ഞിട്ട് വേണ്ടേ ഇത് ക്ലിയർ ആക്കി ആ മായെ നമ്മള് തട്ടി നീക്കി മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്കത് അറിയാം ഓട്ടോമാറ്റിക് ആയിട്ട്. ഇതാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇതാണ് നമ്മുടെ ഉള്ളിലിരിക്കുക. നമ്മള് തന്നെയാണ് നമ്മുടെ ആ പെർഫെക്റ്റ്. അതിൽ അഭയം പ്രാപിക്കേ വേണ്ടു. നമുക്ക് അനുഭവങ്ങൾ കിട്ടി പക്ഷെ അപ്പോഴും തന്നെ ഈ മായ വന്ന് വീണ്ടും നമ്മളെ മൂടുകയാണ് നിരന്തരം. ശരിക്കും തോന്നുന്നു അതൊന്നും എനിക്ക് വേണ്ട, എണിച്ചു കഴിഞ്ഞാ മൂടി. എണിച്ചില്ലെങ്കിൽ നമുക്ക് ഗൃഹസ്ഥാശ്രമിയായിട്ട് നമ്മളെ ഉദ്ധരേതാത്മനാത്മന നമ്മളെ ആത്മാവിനെ ഉദ്ധരിക്കാൻ ഗൃഹസ്ഥാശ്രമിയായിട്ട് തന്നെ വേണം. സകല ബാധ്യതകളെ നിർവഹിച്ചുകൊണ്ട് തന്നെ, അതും ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് തന്നെ വേണം നമ്മളെ നാം അറിയാൻ. അപ്പോൾ നമുക്ക് ഈ ബാധ്യതേനെ വിട്ടിട്ട് പോകാനും പറ്റില്ല. പക്ഷെ ധ്യാനത്തിൽ പരമമായിട്ട് ആ ലയത്തിലിരിക്കുമ്പോൾ കണ്ണു തുറക്കാൻ തോന്നില്ല. പക്ഷെ ബാധ്യതകളെ നിവർത്തിച്ചേ പറ്റൂ. നമ്മൾ ഒരുപാട് ജന്മങ്ങൾ കണ്ണടച്ചിരുന്നതല്ലേ ചേച്ചി. അപ്പോൾ ഇനി നമ്മൾ ബാലൻസിങ് എന്നുള്ളത്, അത് ആധ്യാത്മിക ജീവിതം ഭൗതിക ജീവിതം ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ആചരിച്ച ആദർശമായി മറ്റുള്ളവർക്കും കൂടി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ ചേച്ചി മറ്റുള്ളവരിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെയൊക്കെ റിയാക്ഷൻ എന്തായിരുന്നു? അവരൊക്കെ ഉണ്ട്, നല്ല സപ്പോർട്ടാണ്. പറഞ്ഞു കൊടുത്തവരൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയും ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും ഞാൻ പറഞ്ഞു കൊടുക്കണേക്കാളും കൂടുതൽ ഇത് ഇട്ടുകൊടുക്കും. ആദ്യം സീമാജിയുടെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊടുക്കും, ഓരോരുത്തർക്കും ഇട്ടുകൊടുക്കും. അപ്പൊ അവരുടെ അടുത്ത് പ്രതികരണം വരുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ അതിനെ പറ്റി പറയാൻ പാടും. അപ്പൊ അവര് ചിലവര് ചോദിക്കും, ചിലവരത് ചോദിക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് വീഡിയോസ് കേൾക്കൂ, എന്നിട്ട് കുറച്ചു നേരം ഇരുന്ന് അങ്ങനെ കുറെ പേര് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവര് കുറെ അനുഭവങ്ങൾ പറയാറുണ്ട്. അപ്പൊ എന്നാ നിങ്ങൾ സീമാജിക്ക് നേരിട്ട് വോയിസ് ഇടും. എന്നിട്ട് അപ്പൊ സീമാജിക്ക് വോയിസ് ഇടാൻ അത്ര ഞങ്ങളായിട്ടില്ല, കുറച്ചും കൂടി ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ. അപ്പൊ എന്നാലും ഞങ്ങള് വിടാതെ പിടിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും തോന്നുന്നുണ്ട് നമ്മൾ പുറത്ത് അന്വേഷിച്ചത് എത്ര കാലായില്ലേ, നമ്മൾ പുറത്തു കൂടെ അന്വേഷിച്ചും കൊണ്ട് നടക്കുന്നു. ഇത് ശരിക്കും പുറത്തല്ല അന്വേഷിക്കേണ്ടത്, നമ്മുടെ അകത്ത് തന്നെയാണ് എന്നുള്ള ഈ അവരുടെ അടുത്ത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഓ അവര് പിടിച്ചിരിക്കണോ ആ ഒരു സംതൃപ്തി നമുക്ക് ഉണ്ടാവും അല്ലേ ചേച്ചി? ഓക്കെ ചേച്ചി, ഇപ്പോൾ നമ്മൾ ഒരു
ജപത്തിലാണ് മെഡിറ്റേഷനെ നിർവചിച്ചുകൊണ്ടിരിക്കുന്നത് പലരും. അതായത് മന്ത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രൂപം ഊഹിച്ചുകൊണ്ട്. പക്ഷെ മനസ്സുണ്ട് അപ്പോഴൊക്കെ, അവിടെയൊക്കെ മനസ്സുണ്ട്. അപ്പൊ ഈ മനസ്സ് ഇല്ലാതെ ആകുമ്പോഴാണ്, അതായത് നിർവിഷയം മനസ്സിൽ യാതൊരുവിധ ചിന്തകളും വിഷയങ്ങളും ഇല്ലാത്ത അവസ്ഥയാണ് ശൂന്യമാണ് ധ്യാനം. അപ്പൊ ഈ ശൂന്യം എന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലൂ, ആ മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുമ്പോഴും ജപം ചെയ്യുമ്പോഴും മനസ്സുണ്ടല്ലോ അവിടെ. പക്ഷേ പല ആൾക്കാർക്കും ജപത്തിൽ അങ്ങോട്ട് ലയിക്കാറുണ്ട്, അവർ ആ ഒരു ശൂന്യം അനുഭവിക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഈ ധ്യാനത്തിന്റെ ഇതാണ് സഹജസ്ഥിതി എന്ന് ആരും പറഞ്ഞു കൊടുക്കാത്തത് കാരണം വീണ്ടും അയ്യോ ഞാൻ ഉറങ്ങിപ്പോയോ ഈശ്വര ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും ഒരു ജപം തുടങ്ങുകയാണ്. ജപത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് സ്ഥിതി അവരെ ഉന്നതീകരിക്കുന്നുണ്ട്, ഉള്ള സ്ഥിതിയിൽ നിന്ന് അവർ സ്വയം ഉന്നതീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഒരു നോളജ് ഗുരുക്കന്മാർ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാത്ത കാരണം ഈശ്വര ഞാൻ ഉറങ്ങിപ്പോയോ അറിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവർ തുടങ്ങുകയാണ്. പക്ഷെ ആ ജപം ജപിച്ച് അവസാനം മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ചേച്ചി പലരും. ഈ ഒരു അവസ്ഥ ചേച്ചിക്ക് ഒരുപാട് വർഷം ചേച്ചി ചെയ്തില്ലേ? വന്നിട്ടുണ്ട്, ധാരാളം വന്നിട്ടുണ്ട്. അന്ന് പിന്നെ ഞാനൊരു 19 വയസ്സ് മുതലാണ് മാതാമൃതാനന്ദമയായിട്ട് കണക്ട് ആയി തുടങ്ങിയത്. അപ്പൊ അന്ന് അവിടെ പോയി നിൽക്കുന്ന സമയത്ത് 5 ദിവസം അവിടെ നിന്നു. അവിടെ നിന്ന സമയത്ത് അമ്മയോട് ചോദിച്ചു, അമ്മയോട് ഞാൻ 2ാമത്തെ ഗർഭം ഉണ്ടായിരിക്കുന്ന സമയത്താണ്. അവിടെ നിൽക്കുന്ന സമയത്ത് അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് മന്ത്രം തരുമോ ചോദിച്ചു. അപ്പൊ അന്ന് ഈ കുടിൽ ദർശനമുണ്ട്, ഭാവദർശനമുണ്ട്. അമ്മ ഭാവദർശനമുള്ള സമയത്ത് അപ്പൊ അമ്മ പറഞ്ഞു പിന്നെ ഭാവദർശന സമയത്ത് തരാട്ടോ മോളെ പറഞ്ഞു. അപ്പൊ ഭാവദർശന സമയത്ത് ചോദിച്ചു. അന്നത് എനിക്കിത് ഇത്രന്റെ ആവശ്യം അറിയില്ലായിരുന്നു. നമ്മൾക്ക് വേണം എന്നുള്ള ത്വരയോടുകൂടി ചോദിച്ചാലാണ് അത് കിട്ടും, ആ ദാഹം. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ടല്ലേ കയറാൻ പറ്റും. അപ്പൊ അമ്മ പറഞ്ഞു മോളെ സമയമായിട്ടില്ല കേട്ടോ. അന്ന് മുതൽ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി, ഞാനും വിട്ടില്ല, എന്തായാലും വേണ്ടില്ല. നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അറിയണത് അതാണ്. ആ ലളിതാ സഹസ്രനാമാവലിയും നമ്മളെ ഉയർത്തി. അന്നൊന്നും ധ്യാനം എന്നുള്ള വാക്കേ ഇല്ലല്ലോ, ധ്യാനുണ്ട്. അമ്മ ശ്വാസത്തിൽ ഇങ്ങനെ ധ്യാനം ശ്രദ്ധിക്കോ, അങ്ങനെ നമുക്ക് ധ്യാനം. പക്ഷെ അതിൽ എത്ര നേരം എന്നാൽ തന്നെ അന്ന് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് അമ്മ പറഞ്ഞു തരുന്ന സമയത്തും. അമ്മ അന്ന് ധ്യാനമാണോ പറഞ്ഞു തന്നിരുന്നത് അതോ മന്ത്രമാണോ? മന്ത്രം പറഞ്ഞു തന്നിരുന്നു, പക്ഷെ ഒപ്പം അമ്മ ധ്യാനവും പറഞ്ഞു തന്നിരുന്നു. ഇതില് കടിച്ച് പിടിച്ച് പോവാൻ പറ്റണവര് എത്രയോ പേര് ഇരുന്നിരുന്നു. അത് ശരിക്ക് വിദേശീയ മക്കൾ, അവരത് പെർഫെക്റ്റ്. അപ്പൊക്കെ ഞാൻ വിചാരിച്ചു അവരൊക്കെ എത്ര നേരാണ് ഇരിക്കണത്. ആ ഇരിക്കണ സമയത്ത് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ആലോചന വരുന്നില്ലേ? ഈ ഇരിക്കണ സമയത്ത് ഇങ്ങനെ ആലോചന നമ്മളത് ചെയ്ത് നോക്കണുണ്ട്, നമ്മളെ പരീക്ഷിച്ച് നോക്കണുണ്ട് ഇങ്ങനെ ഓരോ. പക്ഷെ ഏത് ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധാപൂർവം ആ മന്ത്രം, ഇപ്പൊ ലളിതാ സഹസ്രനാമ നാമാവലി ചെല്ലുകയാണെങ്കിൽ ആ ശ്രദ്ധാപൂർവം ആ ഓരോ മന്ത്രങ്ങളും അത്ര പവിത്രമായിട്ട് ആ പാദങ്ങളിൽ സമർപ്പിക്കുക. ആ പാദങ്ങളിൽ പക്ഷെ അന്ന് നമ്മളെ രൂപത്തിൽ സമർപ്പിക്കുക. നമുക്ക് അറിഞ്ഞിരുന്നു, നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് അറിഞ്ഞിരുന്നതും അതാണ്. അതിപ്പോ ആരുടെയും കുറ്റമല്ല, ഓരോരോ സ്റ്റെപ്പ് കയറി വരുമ്പോഴുള്ള ഇതാണല്ലോ. പിന്നെ അങ്ങനെ 30-35 വർഷങ്ങളായി. 35ാമത്തെ വയസ്സിലാണ് എനിക്ക് അമ്മയിൽ നിന്ന് മന്ത്രം കിട്ടിയത്. മന്ത്രം കിട്ടി, ആ മന്ത്രത്തിനെ പിന്നെ മുറുക്ക പിടിച്ചു. ആ മന്ത്രത്തിനെ മുറുക്ക പിടിച്ചു. ഒരു ദിവസം വേറെ രാവിലത്തെ പണി കഴിഞ്ഞാൽ ഇവരൊക്കെ സ്കൂളിൽ പോകും, കുട്ടികളും സ്കൂളിൽ പോകും. പിന്നെ എന്റെ ജോലി മന്ത്രം ചെല്ലല. എങ്ങനെ മന്ത്രത്തിൽ കൂടെ പിടിച്ച് ഒരു 2 മാല ജപമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു 16-17 മാല. ഒരു വ്യവസ്ഥ വെക്ക്, ഇത്ര ദിവസം കൊണ്ട് ഇത്ര മാല ജപിക്കാന്നായി. പിന്നെ ആ മന്ത്രത്തിന് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് വന്നതിന് ശേഷം അവസാനം അമ്മ പറയാൻ തുടങ്ങി, നിന്റെ മന്ത്രം മടുത്തു ഞാനെന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ പോലെ എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് ഒരു അപ്പോഴേക്കാണ് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് കടക്കാനുള്ള സമയമായത്. എന്റെ ഉള്ളിൽ തന്നെ വന്നു. അതെ, അതാണ് ഭഗവാൻ പറഞ്ഞത്, കോടി പൂജ സമം സ്തോത്രം, സ്തോത്ര കോടി സമോ ജപ, ജപ കോടി സമം ധ്യാനം. അപ്പൊ ആ കോടി എത്തിയിട്ടുണ്ടാവും. ശരിയാ, അത് അതെ. അപ്പൊ വിചാരിക്കും ചേച്ചി, ഇത് കേൾക്കുന്നവർ വിചാരിക്കും അപ്പൊ ഞാൻ കോടി ജപമൊക്കെ ജപിച്ചിട്ടുണ്ടല്ലോ. അല്ല, അത് ഇവിടെയുണ്ട് കാറ്റഗറി. എന്താ വെച്ചാൽ ചേച്ചി സമർപ്പിച്ചിട്ടങ്ങട് അത്രയും ശ്രദ്ധയോടുകൂടി ലയിച്ച് ചെയ്ത ജപമാണ്. അല്ലാതെ വെറുതെ അവിടെയും ഇവിടെയും ചിന്തിച്ചിരുന്നിട്ട് ജപിച്ച് അങ്ങനെ കോടി ജപിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ സെല്ലാന്തരാണ് ഓരോ നാമങ്ങൾക്കും ഓരോ മന്ത്രങ്ങൾക്കും കൊടുത്തിരുന്നത്. അതെ, അത്രയും ശ്രദ്ധ, അത്രയും സമർപ്പണം. വേറെ മനസ്സ് വിട്ടുപോകരുതേ. അപ്പോഴാണ് ആ രൂപത്തിന്റെ ഓരോ പാദങ്ങളിൽ നിന്നും ആ നഖങ്ങളിൽ തുടങ്ങി വിരലുകളിൽ തുടങ്ങി ശ്രദ്ധ പുറത്തു പോകരുതേ.
അന്നത്തെ രൂപധ്യാനാണ് അറിയാ. അത് മാത്രമേ അറിയൂ. പിടിച്ചു അത് പിടിച്ചു ഏത് കൂടെയാണ് എനിക്ക് കേറാൻ പറ്റുക. പക്ഷെ ഇത് എന്താ അതിന്റെ അപ്പുറത്ത് എന്താന്നൊന്നും എനിക്ക് അറിയില്ല. അതറിയാൻ അല്ല, ഓരോ ഗുരുക്കന്മാരും അവർക്ക് അറിയാവുന്ന വിധത്തിൽ നമ്മളെ കയറ്റി കൊണ്ടുവന്നു അല്ലേ? അത് യഥാസമയത്ത് നമ്മൾ ഇത്രയാണ് അവർക്കുള്ള സമയം കൊടുക്കുള്ളൂ. എപ്പോഴെങ്കിലും കൊല്ലത്താലും ഒരിക്കലും പോകും. നമ്മൾ സ്ഥിരം കണക്ഷൻ വേണമെന്ന് മനസ്സിലായി. നമ്മള് അമ്മയോടായിക്കോട്ടെ ഏത് ഗുരുക്കന്മാരായിക്കോട്ടെ നമ്മൾ സ്ഥിരം സാങ്കത്യം വന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ അപ്പോഴും ഈ TV കൂടെ കാണുമ്പോഴും അമ്മ അപ്പോഴും തന്നെ സേവാ മനോഭാവം അന്നും നന്നായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ തരത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള മനോഭാവത്തിലാണ്. ആർക്കൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം. അന്ന് മന്ത്രം ജപിക്കലും അങ്ങനെ മന്ത്രം വിട്ട് പിന്നെ എനിക്ക് ആ മന്ത്രത്തിന്റെ ആ ആഴം ഈ ധ്യാനത്തിൽ ഈ അമ്മ തന്ന മന്ത്രം ഉണ്ടല്ലോ, ആ മന്ത്രം എത്ര പെർഫെക്റ്റ് ആണ് അറിയോ? ആ മന്ത്രം തന്നെ, ആ മന്ത്രത്തിനെ കണ്ടെത്തല് ആ വാക്കല്ല ആ നിമിഷം മഹാപരിശൂന്യത്തിലാണ്. ആ നിമിഷത്തിനാണ് അമ്മ. ആ നിമിഷം നമ്മളും ആ നമ്മുടെ ഉള്ളിലിരിക്കണം. ആ ഗുരുക്കന്മാരുടെ ആ സപ്പോർട്ട് നിറച്ച് ഗുരുക്കന്മാരാ നമ്മുടെ ഉള്ളിൽ. അവരുടെ ആ സപ്പോർട്ടോടുകൂടി നമ്മളിങ്ങനെ ഉള്ളില് എന്താ ഇനി വർണ്ണിക്കാനാണ് അറിയില്ല കേട്ടോ സുമാജി. അതെ, ഇത്രയും കാലം ഇപ്പൊ ചേച്ചിയുടെ ഈ ജേണി, ഈ ആധ്യാത്മിക യാത്ര, ഈ പാത്തിൽ ചേച്ചിക്ക് ഒരുപാട് ദിവ്യാത്മ സ്വരൂപരുമായിട്ടുള്ള ഡിവൈൻ കണക്ടിവിറ്റി, അതെല്ലാം പരിപൂർണമായിട്ട് അത് കറക്റ്റായിരുന്നു. ഈ ഒരു ദിവ്യ ഉത്തമോത്തമമായിട്ടുള്ള സ്ഥിതിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ പരമഗുരുക്കന്മാർ സഹായിച്ചതാണ്. ഇത്രയും ഔന്നത്യമുള്ള ധ്യാനമാണ് അതിലൂടെ എനിക്ക് കിട്ടിയത് എന്ന് ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായി. അതൊക്കെ നന്നായി. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇത് എവിടെ നമ്മുടെ ഉള്ളിലായിരിക്കണത്. ഈ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്ക. നമ്മുടെ ഉള്ളിലാണ് ഇരിക്കണത്. ആ ഉള്ളിലുള്ള ആ ചൈതന്യത്തിനെ നീയൊന്ന് സ്വന്തമായി അറിഞ്ഞ് ആസ്വദിക്ക്. അതിനെ പരിചയപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് പുറത്ത് അന്വേഷണങ്ങൾ നിന്നില്ലേ ചേച്ചി? ഓടിപ്പാച്ചിൽ നിന്നില്ലേ? നിന്നൊക്കെ കീഴടങ്ങി. ഇനിയിപ്പോ സാങ്കത്യം മറ്റുള്ളവരുമായിട്ട് ചെയ്യണം തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ ശക്തി സാങ്കത്യല്ലേ? ഇനിയിപ്പോ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമായിട്ട് കൂടിയിരിക്കുക യോഗം. ഒറ്റയ്ക്ക് ഇരിക്കാനാണ്. എത്ര നേരം വേണോ? ഒറ്റയ്ക്കല്ലല്ലോ, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമായിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമായി നമ്മളങ്ങോട്ട് ആസ്വദിച്ച് ആനന്ദിച്ച് അതിലങ്ങോട്ട് സറണ്ടർ അങ്ങനെ ഓരോ പണികൾ ചെയ്യുമ്പോഴും ഇത് അവിടത്തേക്കുള്ളതാണ്. അവിടുന്നാണ് ചെയ്യിപ്പിക്കണത് എന്നെ. ഓരോന്നും ചെയ്യിപ്പിക്കണത് അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കർമ്മ പ്രക്ഷാളനത്തിനു വേണ്ടി ഇങ്ങനെ നമ്മളെ ഒരു ഭാഗം അത് നടത്തണം, ഒരു ഭാഗം ഇത് നടത്തണം. നമ്മളെ ക്ലിയർ ആക്കിയ ശേഷം പറ്റൂന്നുള്ള കാര്യം ഉറപ്പാണ്. ചേച്ചി, ഈ ദിവ്യ സാങ്കത്യത്തിലേക്ക്, അതായത് സാങ്കത്യം നമ്മുടെ ഉള്ളിലെ ശക്തിയുമായിട്ട് ആണ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്ത് അവിടെ നിന്ന് അറിവുകൾ സമപാർജന ചെയ്ത് നമ്മൾ തന്നെയാണ് അറിവ്, നമ്മൾ തന്നെയാണ് ഈശ്വരൻ, നമ്മൾ തന്നെയാണ് ചൈതന്യം, നമ്മൾ തന്നെയാണ് ആ ബ്രഹ്മപദാർത്ഥം, ആത്മാവ് തന്നെയാണ് ഈ പരബ്രഹ്മം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള അറിവ് അനുഭവത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനി അന്വേഷണം നമ്മൾ അവസാനിച്ചു. എനിക്ക് ഈ കിട്ടിയത് എല്ലാവരും ഇതൊന്നും അറിയണ്ടേ? എല്ലാവരും ഇതൊന്നും അറിയാം. പരമാവധി ധ്യാനം ചെയ്യൂ, ഈ ക്ലാസ്സുകൾ കേൾക്കൂ, ഇത് കേൾക്കൂ, ധ്യാനം ചെയ്യൂ. എന്നിട്ട് നമ്മുടെ ഉള്ളിലിരിക്കണ ആളെന്നാ അറിയൂ. അതിനെ അറിയലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. എന്നാലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗം അങ്ങനെ നടന്നോട്ടെ. ഇതൊപ്പം അറിയണം. നമ്മളെ അറിയാൻ വേണ്ടിയിട്ടാണ് ചേച്ചി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള പവിത്രമായ തിരിച്ചറിവാണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. ആ തിരിച്ചറിവ് അങ്ങോട്ട് കിട്ടിയപ്പോ ശരിക്കാണ് കിട്ടേണ്ടത് കിട്ടി, ചെയ്യേണ്ടത് ചെയ്തപ്പോ ഒക്കെ കിട്ടേണ്ടത് കിട്ടി. ചേച്ചി അപ്പൊ എല്ലാവരോടും ധ്യാനം ചെയ്യാൻ പറയും. അപ്പൊ ചേച്ചി, ദിവ്യമായിട്ടുള്ള ഈ ധ്യാന ധ്യാനം എന്ന് പറഞ്ഞാൽ ശൂന്യമാണെന്ന് അതിനെ അറിയാം, നമ്മളെ നാം പരിചയപ്പെടുക എന്നുള്ളത് ഓൺലി ശൂന്യത്തിലൂടെ മാത്രം സംഭവിക്കുന്ന മഹത് കാര്യമാണെന്നാണ് പറഞ്ഞോളൂ. അതെ, എന്തായാലും ആ ധ്യാനത്തിന്റെ ഒരു പെർഫെക്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ, അത് അനുഭവിച്ചറിയാൻ വേണം നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മളെ ഈ ഞാൻ ആര് ഈ ഞാൻ തന്നെ ഞാനുണ്ടെങ്കിലല്ലേ വേറെ എല്ലാവരും അത് നമ്മളെന്താണെന്ന് നമ്മൾ ഇനി അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ അയ്യോ ഇതുണ്ടോ, നമ്മുടെ ഉള്ളിൽ ഇതുണ്ടോ, ഇനിയുണ്ടോ എന്ന് അറിയാം. നമ്മളെ നാം പരിചയപ്പെടലാണ് ചേച്ചി ധ്യാനം, അല്ലേ? യഥാർത്ഥ നമ്മെ നാം പരിചയപ്പെടാന്ന് തന്നെയാണ് ധ്യാനം. നമ്മളാരാണ്
നാം അറിയുമ്പോ ഒരു സന്തോഷമില്ലേ ചേച്ചി, സംതൃപ്തി ഇല്ലേ? ഈശ്വര, വാക്കുകളില്ല, അവർണ്ണനീയം ചേച്ചി, അവർണ്ണനീയം. ആ ശാന്തി അനുഭവിക്കുമ്പോഴും ആ ആനന്ദം കിട്ടും അമൃത നിമിഷം. അതാണ് ആ അമൃത നിമിഷം. ഈ നിമിഷം ഓരോന്നും ശ്രീമാജി എല്ലാരോടും പറയും ധ്യാനം ചെയ്യാൻ. എല്ലാവരും ധ്യാനം ചെയ്യാൻ കേട്ടോ. എന്തായാലും നമ്മളെ അറിയണമെങ്കിൽ ധ്യാനം ചെയ്തതിൽ ശൂന്യത്തിലൂടെ മാത്രം, ധ്യാനത്തിലൂടെ മാത്രം അതാ ശൂന്യത കിട്ടുന്നെ വേണം. അതെ അതെ. അപ്പൊ താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. എനിക്കും അതെ, എൻ്റെ ഈ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾ വിവാഹം കഴിയുന്നത് വരെ കുളിക്കാൻ പോയ വഴിയാണിത്. ഇതിന്റെ താഴെയാണ് പുഴ. ഇപ്പൊ അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്, ആരും ഇല്ല. എന്നുവെച്ചാൽ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പോയപ്പോ പിന്നെ ആരും വരെ ഇവിടെയൊക്കെ കെട്ടിച്ചു വിടുന്ന കുട്ടികൾ പുഴയിലൊന്നും പോവാൻ താല്പര്യമില്ലാത്തവരായ കാരണം വഴിയൊക്കെ മൂടപ്പെട്ടു. നല്ല അറ്റ്മോസ്ഫിയർ ആണ് ചേച്ചി ഞങ്ങളുടെ വീടിന്റെ ചുറ്റും. അപ്പോൾ താങ്ക് യു ചേച്ചി, വൺസ് അഗെയിൻ താങ്ക് യു. ചേച്ചി വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സീമ ഇങ്ങനെ വന്നു, ആ പെൺകുട്ടി ഇതിലൂടെ പ്രകൃതി ഇത്രയും പണി എടുത്തതിൽ ചേച്ചിക്ക് സന്തോഷമില്ലേ? നല്ല സന്തോഷം. VMCയില് കയറാൻ പറ്റിയതും എനിക്ക് ആ ധ്യാനത്തിന് കൂടുതൽ ഇനി അറിയാണ്ട് കേട്ടോ, കുറെ അറിയാണ്ട് കിടക്കണേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞ ആനന്ദം എല്ലാവർക്കും കിട്ടണേ, അത് മാത്രം മാത്രമേ ഉള്ളൂ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, നിറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. പരീക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ റീച്ച് ആവാൻ പറ്റില്ല. അതുകൂടെയാണ് നമ്മുടെ ക്ലീൻ ആവുന്നതേ. ശക്തി കൂടുന്തോറും പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ പരീക്ഷണത്തിന്റെ തീവ്രത കൂടുന്തോറും നമ്മൾ അതിലേക്ക് റീച്ച് ആവാൻ നമുക്ക് അതേപോലെ തന്നെ അനുഗ്രഹാശിസുകളും ഉണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുക തന്നെ വേണം. അപ്പോഴാണ് നമുക്കത് കിട്ടുള്ളൂ. അതെ, പരീക്ഷിക്കുന്നവൻ തന്നെ നമ്മളെ വലിച്ച് ഉയർത്തുകയും ചെയ്യും എന്നുള്ളത് തിരിച്ചറിയണം. കൊണ്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും സത്യമാർഗത്തിൽ നിത്യസാധന ചെയ്യുന്നവർക്ക്. സത്യം തന്നെ. താങ്ക് യു ചേച്ചി. അറിയാം, എല്ലാവരും അനുഭവിക്കട്ടെ, എല്ലാവരും വേഗം വരും. എല്ലാവരും ഓരോരുത്തരും എന്റെ പ്രാർത്ഥന അതാ ശ്രീമാജി, എല്ലാവരും ധ്യാനികളാവുക, എല്ലാവരും ശുദ്ധ സസ്യാഹാരികളാവുക, ഒരു ജീവിയും കൊല്ലാതെ ഇരിക്കുക. നമുക്ക് എല്ലാവരോടും ഒരു കരുണ, ഒരു കൃപ, ഒരു ദയ എല്ലാവരോടും, അത് പ്രത്യേകിച്ച് ജീവികളോട്. അതെ. താങ്ക് യു ചേച്ചി. എല്ലാവരും ഈ തിരിച്ചറിവുകളോടുകൂടി ജീവിക്കട്ടെ. തഥാസ്തു. താങ്ക് യു. അങ്ങനെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടി. അതാ ആത്മാക്കൾ തമ്മിൽ ആഗ്രഹിച്ചിരിക്കുന്നു ശ്രീമാജി. എന്താ വെച്ചാൽ ഞാൻ ശ്രീമാജിയോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ആത്മാവിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കും. കമ്മ്യൂണിക്കേഷൻ എത്ര കാലങ്ങളായി, ഓരോ നിമിഷം ഓരോ പണിയെടുക്കുമ്പോഴും ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരണം കേട്ടോ. ഒപ്പം പറയും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണേ. ഇനി അഥവാ അറിവില്ലായ്മ കൊണ്ടല്ലേ, കാഴ്ചപ്പാട് നന്നാക്കി തരണേ. അത് ചേച്ചിയുടെ അന്തരാത്മാവ് കേട്ടു, ഈ ജഗദീശ്വരൻ കേട്ടു. അത്രയേ ഉള്ളൂ. ഞാൻ അറിഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളിലൊക്കെ എത്തിക്കാൻ പ്രകൃതിയുടെ സഹകാരം ഉള്ളത് കൊണ്ട് നിങ്ങളിലൊക്കെ എത്തിപ്പെടാൻ പറ്റും. അത് ഞാൻ ചെയ്ത സൗഭാഗ്യം. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ഓക്കെ.